The Sun and the Moon. ചില കാലങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബം താമസിച്ചിരുന്നു. ആ കുടുംബത്തിൽ 3 പേരുണ്ടായിരുന്നു. ഒരമ്മ, ഒരു ചെറിയ പയ്യൻ, പിന്നെ ഒരു പെൺകുട്ടി. ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. ഒരു ദിവസം ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ അവരുടെ അമ്മ തീരുമാനിച്ചു. മോനെ, ഈ ഗ്രാമമൊക്കെ വിട്ടിട്ട് ഞാൻ ഒരുപാട് ദൂരം പോവാ. നമ്മുടെ ഗ്രാമത്തിലെ നമുക്ക് നല്ലപോലെ ജീവിക്കാൻ എനിക്കൊരു ജോലി വേണം. എന്നാൽ ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലും വരണം. നിന്റെ അനിയത്തെ നീ നല്ലപോലെ നോക്കിക്കോണേ. നിങ്ങൾ വിഷമിക്കേണ്ടമ്മേ, ഇവിടെ ഞാൻ നന്നായി നോക്കിക്കോളാം. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇരുട്ടുന്നതിന് മുൻപ് അമ്മ തിരിച്ചു വരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ നല്ല റൈസ് കേക്ക് വാങ്ങിക്കൊണ്ടുവരാം. റൈസ് കേക്ക് ആണോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ അമ്മ പോയതിനു ശേഷം ചേട്ടനും അനുജത്തിയും ഒരു പ്ലാൻ ഇട്ടു. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ ഐഡിയ ചേട്ടാ? അമ്മ ഇന്ന് മുഴുവൻ ഇവിടെ ഉണ്ടാവില്ല. നമുക്കും വേറൊരു ജോലിയുമില്ല. അമ്മ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. അത് നല്ല ഐഡിയ ആണ്. പക്ഷേ എങ്ങനെ? ചേട്ടനും അനുജത്തിയും അടുത്തുള്ള കശുവണ്ടി മരത്തിനടുത്തേക്ക് പോയി. അമ്മയ്ക്ക് വേണ്ടി ഫ്രഷ് ആയ ചെസ്നട്ട് കൊണ്ടുവന്നു. ചേട്ടൻ വലിയൊരു വടി എടുത്തുകൊണ്ട് പോയി. അനുജത്തിയോട് ഒരു ബാസ്ക്കറ്റ് എടുത്തുകൊണ്ടുവരുവാനും പറഞ്ഞു. ചെസ്നട്ട് മരത്തിനടുത്തെത്തിയപ്പോൾ ചേട്ടൻ വടി ഉപയോഗിച്ച് ആ ചെസ്നട്ട് മരം കുലുക്കാൻ തുടങ്ങി. നമ്മൾ ഈ കൊമ്പുകളൊക്കെ നന്നായി കുലുക്കണം. അപ്പോഴേ ഈ ചെസ്നട്സ് ഒക്കെ താഴെ വീഴൂ. നമ്മൾ മരത്തിന് മുകളിലേക്ക് കയറേണ്ട ആവശ്യമേ ഇല്ല. അതെ ചേട്ടാ, എനിക്കും വളരെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്നു. ഒരുപാടുണ്ട്. ബാസ്ക്കറ്റ് നിറയെ ചെസ്നട്ട് പറിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീടിന് മുൻപിൽ ചെസ്നട്ടിന്റെ തൊലി പൊളിക്കുവാനും തുടങ്ങി. ചെറിയ ചെറിയ സെല്ല് ഉപയോഗിച്ച് മധുരമുള്ള ബ്രൗൺ ചെസ്നട്ട് അതിൽ നിന്ന് പുറത്തേക്കെടുത്തു. അത് കഴിക്കുവാൻ അനുജത്തിക്ക് വളരെ കൊതിയായി. പക്ഷെ ചേട്ടൻ നൽകിയില്ല. ഇത് കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഇപ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു. വേണ്ട വേണ്ട, ഇത് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി റോസ്റ്റ് ചെയ്ത് വെക്കാം. ആദ്യം ഇത് അമ്മയാണ് കഴിക്കേണ്ടത്. ഇത് അമ്മയ്ക്കുള്ള സർപ്രൈസ് ആണെന്ന് മറന്നോ നീ? അതെ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് എടുത്തോണ്ട് പോകാം. ഇരുട്ടുവാൻ തുടങ്ങി. അമ്മ വേഗം വീട്ടിലേക്ക് നടന്നുപോയി. കുട്ടികളെ ഓർത്ത് വളരെ സങ്കടപ്പെട്ടു. എന്റെ കുഞ്ഞുങ്ങൾ മുഴുവൻ നേരവും തനിച്ചാണല്ലോ വീട്ടിലുള്ളത്. അവർ ആഹാരങ്ങളൊക്കെ ശരിക്ക് ടൈമിന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? കുട്ടികളെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ കാട്ടിലൂടെ വേഗത്തിൽ നടന്നുപോയി. പക്ഷെ തന്റെ പിന്നാലെ ഒരാളുണ്ടെന്നുള്ള കാര്യം അറിയാതെ അവർ നടന്നുകൊണ്ടുപോയി. ചെടികൾ അനങ്ങുന്നത് അവർ ശ്രദ്ധിച്ചു. വല്ലാതെ പേടിച്ചു പോയി. വേഗത്തിൽ നടക്കുവാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഒരു വലിയ പുലി അവരുടെ മുൻപിലേക്ക് ചാടി. കുറെ നേരമായിട്ട് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ബാസ്ക്കറ്റിൽ നീ എനിക്ക് വേണ്ടി എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. എനിക്കത് വേണം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഇത് റൈസ് കേക്ക് ആണ്. ഓ, റൈസ് കേക്ക്സോ? അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതിനെ കുറിച്ച് കേട്ടതും എന്റെ വായ്ക്കുള്ളിൽ കപ്പലോടുകയാണ്. നിനക്ക് എന്തും വേണ്ടി വേണമെങ്കിലും നീ കഴിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ കഴിക്കും. അതെല്ലാം എനിക്കുള്ളതാ. ഞാനിപ്പോ ആകെ ഭയങ്കര വിശപ്പില്ല. റൈസ് കേക്ക് മുഴുവനും അവർ പുലിക്ക് നൽകി. അത് കഴിക്കുന്ന സമയം നോക്കി അവർ വീട്ടിലേക്ക് ഓടി. കാട്ടിലൂടെ ഓടി ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി. പക്ഷെ വീണ്ടും പുലി അവരുടെ മുൻപിലേക്ക് ചാടി. അത്ര പെട്ടെന്നൊന്നും നീ രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ എന്റെ കയ്യിലുള്ള എല്ലാ റൈസ് കേക്കും ഞാൻ നിനക്ക് തന്നില്ലേ? ഇല്ല, നീ കള്ളം പറയുകയാണ്. ഇനിയും നിന്റെ കയ്യിൽ ഒരുപാട് കേക്ക്സ് ഉണ്ടാകണമല്ലോ. എനിക്ക് അതിന്റെ മണം കിട്ടുന്നുണ്ട്. എവിടെയുണ്ടത്? മര്യാദയ്ക്ക് അതിങ്ങ് തന്നേക്ക്. ഞാൻ 2 എണ്ണമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്തോണ്ട് പോവാണ്. എന്റെ മക്കൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്. മണ്ടത്തരം പറയാതെ മര്യാദയ്ക്ക് അതിങ്ങ് തന്നേക്ക്. നീ അതിങ്ങ് തരുന്നോ അതോ ഞാൻ നിന്നെ തട്ടി വിടുങ്ങട്ടെ? ഓഹോ, അയ്യോ വേണ്ട. അത് എടുത്തോണ്ട് പോകാൻ എന്നെ ഒന്ന് അനുവദിച്ചാ മതി. എന്നെ പോകാൻ അനുവദിക്കാൻ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കിയിരിക്കുകയാണ്. അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന 2 റൈസ് കേക്കും ആ പുലിക്ക് നൽകി. പുലി കഴിക്കുന്ന സമയം നോക്കി അവർ വീണ്ടും അവിടെ നിന്നോടാൻ തുടങ്ങി. അവർ വളരെ വേഗത്തിൽ ഓടിത്തുടങ്ങി. പക്ഷേ പുലി അവരുടെ പിന്നാലെ ഓടിയെത്തി. ഞാൻ എല്ലാം കഴിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോഴും ഭയങ്കര വിശപ്പുണ്ട്. ഇനിയും വേറെ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാ പിന്നെ എന്റെ വിശപ്പ് ഞാൻ എങ്ങനെ അടക്കും? എന്തെങ്കിലും തന്നേച്ചു പോ, അല്ലെങ്കിൽ ചാകാൻ റെഡി ആയിട്ടിരുന്നോ? പ്ലീസ്, എന്നെ കൊല്ലല്ലേ. എന്റെ കുട്ടികൾ എന്നെ നോക്കിയിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് വിശപ്പോടെ കാത്തിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ വീട്ടിലോട്ട് പോകാൻ അനുവദിക്ക്. ഞാൻ
ഞാൻ ഇത്രയ്ക്കങ്ങ് വിശപ്പിലുള്ളപ്പോ ഞാൻ എങ്ങനെ നിന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കും? ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുലി അവരുടെ മുകളിലേക്ക് ചാടി. പുലി അവരുടെ കൈകളിൽ കടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുവാനും തുടങ്ങി. ചേട്ടനും അനുജത്തിയും അമ്മ വരുന്നതും പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെസ്നട്ട് വെന്തോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം അവർ കേട്ടു. ഹലോ കുട്ടികളെ, കഥ ഒന്ന് തുറക്കാൻ പറ്റുമോ? അമ്മ വന്നെന്ന് തോന്നുന്നു. ഇല്ല, നീ ഒന്ന് ക്ഷമിക്കേ. ഇത് അമ്മയുടെ ശബ്ദമല്ലല്ലോ, മറ്റാരോ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നത് പോലുണ്ട്. അമ്മേ, നിങ്ങളുടെ കൈ ഒന്ന് കാണിക്കൂ. അമ്മയുടെ കൈ കണ്ട ഉടനെ ഞങ്ങൾ വാതിൽ തുറക്കാം. പുറത്തുള്ളത് അമ്മയല്ല എന്നുള്ള സംശയം അവർക്കുണ്ടായി. പക്ഷേ ആ പുലി ഓ, ഈ ചെക്കൻ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ അവനെക്കാളും ബുദ്ധിശാലിയാണ്. പുലി തന്റെ കൈയിലേക്ക് നോക്കി. അതിൽ റൈസ് കേക്കിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ റൈസ് കേക്കുള്ള കൈ വീടിനുള്ളിലേക്ക് കടത്തി. ഒന്നും അറിയാത്ത കുട്ടികൾ അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. വാതിൽ തുറന്നപ്പോൾ ഒരു ഭയങ്കര മൃഗം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ആരും വരില്ല. ചേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നിൽക്ക്, ഒന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ രണ്ടാളെയും കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ അമ്മയെക്കാളും നിങ്ങൾക്ക് സ്വാദ് കൂടുതലാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അമ്മയെ നീ ഭക്ഷിച്ചോ? വേണ്ടി പോരുത്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കഴിക്കാൻ തന്നെയാ പോകുന്നത്. ഞാനിപ്പോ ഭയങ്കര വിശപ്പില്ല. ആദ്യം നിങ്ങളിൽ ആരാ ചാകാൻ പോകുന്നതെന്ന് പറയേ. നീയോ അതോ നീയോ? ഒന്ന് ആലോചിച്ചതിന് ശേഷം ആ പുലി കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. ചേട്ടൻ വല്ലാതെ പേടിച്ചുപോയി. ഒന്ന് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ വളരെ ടേസ്റ്റ് ആയിട്ടുണ്ടാവുന്ന നീ വിചാരിക്കുന്നത്. എന്നാൽ ഞങ്ങളെക്കാൾ ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഞങ്ങൾ നിനക്ക് തരട്ടെ. എന്താ അത്? അപ്പൊ ഇതുവരെ നീ ചെസ്നട്ട് ഒന്നും കഴിച്ചിട്ടില്ലേ? ചെസ്നട്ട്സോ? എന്താ അത്? ലോകത്തിൽ തന്നെ ഏറ്റവും സ്വാദുള്ള ഭക്ഷണമാണത്. നീ ഇതുവരെ അത് കഴിച്ചിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ആശ്ചര്യമായിരിക്കുന്നു. ആദ്യം തന്നേക്ക്, ഞാൻ അത് തീർച്ചയായിട്ടും കഴിച്ചേ പറ്റൂ. തീർച്ചയായും തരാം. അത് നല്ല സ്വാദുള്ളതും മധുരമുള്ളതുമായിരിക്കും. കുറച്ച് ക്രിസ്പിയുമായിരിക്കും അത്. വന്ന് നോക്ക്, അതിൽ കുറച്ച് ടോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അവിടെ ചെസ്നട്ട് പറക്കുന്നത് പുലി കണ്ടുപിടിച്ചു. ആ ബ്രൗൺ കളർ ചെസ്നട്ട് പുലിയെ വല്ലാതെ ആകർഷിച്ചു. ആ പാത്രത്തിനുള്ളിലേക്ക് തന്റെ വായ് കടത്തി. നാവ് വെന്തുപോയി. വേദനയിൽ അലറാൻ തുടങ്ങി. പക്ഷെ ആരും അതിനെ സഹായിച്ചില്ല. ആ, രക്ഷിക്കൂ! എന്റെ വായ്ക്കുള്ളിൽ തീ വച്ചതുപോലെ ഇരിക്കുന്നു. ഭയങ്കരമായിട്ട് എരിയുന്നു. ഭയങ്കര എരിവുണ്ട്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ! തന്റെ അതിമോഹം കാരണം സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി. അതിന്റെ കൈയും വായും എല്ലാം വെന്തുപോയി. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തി ചേട്ടനും അനുജത്തിയും അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. പുറകിലെ വാതിലിലൂടെ അവർ ഓടി രക്ഷപ്പെട്ടു. മരത്തിനു മുകളിൽ കയറിയിരുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം പുലി പുറത്തേക്ക് വന്നു. ആ രണ്ടു കുട്ടികളെയും അത് അന്വേഷിക്കാൻ തുടങ്ങി. ചേട്ടാ, നമ്മളിനി എത്ര നേരം അവിടെ ഇരിക്കുക? നമ്മളെ ആ പുലി കടിച്ച് തിന്നും. വിഷമിക്കേണ്ട, ഒന്ന് സമാധാനമായിരിക്കൂ. പക്ഷെ ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. ആ പുലി നമ്മളെ രണ്ടുപേരെയും തിന്നും. ഉറക്കെ സംസാരിക്കാൻ പാടില്ല. അത് നമ്മുടെ ശബ്ദം കേൾക്കാൻ പാടില്ല. രണ്ടുപേരും ആ മരത്തിൽ ശബ്ദമുണ്ടാക്കാതെ ഇരുന്നു. കുട്ടികളെ തിന്നാൻ പുലി വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. വീട്ടിലും പുറത്തുമെല്ലാം ആ പുലി കുട്ടികളെ തേടി അലഞ്ഞു. അവരെവിടെയാ പോയത്? തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടാവും. അത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആക്കാൻ ചാൻസ് ഇല്ല. ഞാൻ അവരെ കണ്ടെത്തി തീർച്ചയായിട്ടും കഴിക്കാൻ തന്നെയാ പോകുന്നേ. അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ കിണറ്റിനുള്ളിൽ കുട്ടികളുടെ രൂപം ആ പുലി കണ്ടു. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ രണ്ടാളെയും ഞാനിപ്പോ പിടിക്കാൻ പോവുകയാ. അത് കുട്ടികളുടെ നിഴലാണെന്നുള്ള കാര്യം പുലി മനസ്സിലാക്കിയില്ല. അത് കിണറ്റിലേക്ക് എടുത്തു ചാടി. കിണറ്റിലേക്ക് ചാടിയതിനു ശേഷമാണ് തന്റെ അബദ്ധം ആ പുലി മനസ്സിലാക്കിയത്. ഈ കുട്ടിച്ചത്തന്മാര് ഭയങ്കര പ്രശ്നം പിടിച്ചവരാ. 2 പ്രാവശ്യം എന്നെ പറ്റിച്ചിരിക്കുവാ. ആദ്യത്തെ പ്രാവശ്യം എന്റെ വായ എരിഞ്ഞുപോയി. രണ്ടാമത്തെ പ്രാവശ്യം എന്നെ വെള്ളത്തിനകത്ത് തള്ളിവിട്ടു അല്ലേ? ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങളോട് ഞാൻ പകരം വീട്ടും. ആദ്യം ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ. അത് കണ്ട് കുട്ടികൾ രണ്ടുപേരും ചിരിച്ചു. കിണറ്റിലുണ്ടായിരുന്ന കയർ അപ്പോഴാണ് പുലി കണ്ടത്. അതിൽ പിടിച്ച് പയ്യെ മുകളിലേക്ക് കയറി വന്നു.
കുട്ടികൾ ഇരുന്ന മരത്തിനടുത്തേക്ക് മെല്ലെ നടന്നു വന്നു. മരത്തിൽ കയറാൻ പ്രയത്നിച്ചു, പക്ഷെ തെന്നി വീഴുകയും ചെയ്തു. അതിന് മരത്തിൽ കയറാൻ സാധിച്ചില്ല. എടാ കുട്ടികളെ, എങ്ങനാ മേളിലോട്ട് കയറേണ്ടതെന്ന് പറഞ്ഞേക്ക്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എങ്ങനെയാ മേളിലോട്ട് കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊല്ലത്തില്ല. ഞങ്ങൾ ആക്സ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറും. അയ്യോ, ഇതെന്തിനാ അവനോട് പറഞ്ഞ? അവനെ അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ലല്ലോ. അതെ, അത് സത്യമാ. ഞാൻ ഇപ്പൊ തന്നെ മേളിലോട്ട് വരാൻ പോവുകയാ. ഞാൻ വന്ന് നിങ്ങളെ അങ്ങ് വിഴുങ്ങിക്കളയും. പുലി അടുത്തുണ്ടായിരുന്ന ആക്സ് കണ്ടു. അതുപയോഗിച്ച് മരത്തിൽ കയറാൻ തുടങ്ങി. ചേട്ടനും അനുജത്തിയും അത് കണ്ട് വല്ലാതെ പേടിച്ചു. ചേട്ടൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി നീ തന്നെ കാണിച്ചു തരണേ. അല്ലെങ്കിൽ മരിക്കാനാണ് വിധിയെങ്കിൽ നീ തന്നെ വന്ന് കൂട്ടിയിട്ട് പോണേ. ഓ ഗോഡ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ, ചേട്ടാ, അത് കണ്ടോ? അതൊരു റോപ്പല്ലേ? നന്ദിയുണ്ട് ദൈവമേ. വളരെ നന്ദി. ചേട്ടനും അനുജത്തിയും ആ റോപ്പിൽ പിടിച്ചു. അതവരെ ആകാശത്തേക്ക് കൊണ്ടുപോയി. പുലി തിരിച്ചു വന്നതും കുട്ടികൾ മുകളിലേക്ക് പറക്കുന്നത് കണ്ടു. അതിന്റെ ദേഷ്യം പല മടങ്ങ് വർദ്ധിച്ചു. ഞാനും പ്രാർത്ഥിക്കണോ? എന്നാ ശരി, പ്രാർത്ഥിക്കാം. എന്റെ ലക്ഷ്യം സഫലമാകാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ ദൈവമേ, എന്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ എനിക്കൊരു കയറ് തരൂ. അതല്ല ഞാൻ ചാകണമെങ്കിൽ റോട്ടനെ അയച്ചേക്കൂ. വളരെ പെട്ടെന്ന് പുലിയുടെ മുൻപിലേക്ക് ഒരു കയറെത്തി. ആ കയറിൽ പുലി കയറി പിടിച്ചു. ആ റോപ്പ് പുലിയെ ആകാശത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ കുറച്ചു സമയത്തിനുള്ളിൽ അത് ആകാശത്തേക്ക് എത്തിയപ്പോൾ ആ റോപ്പ് ബലഹീനമായിരുന്നത് ആ പുലി കണ്ടു. പെട്ടെന്ന് അത് മുറിയുകയും ചെയ്തു. പുലി താഴെ വീണ് മരിച്ചുപോയി. ചേട്ടനും അനുജത്തിയും ആകാശത്തേക്ക് പറന്നു. ദൈവം അവരെ സൂര്യനായും ചന്ദ്രനായും ജീവിക്കുവാൻ അനുഗ്രഹിച്ചു. ഓരോ ദിവസവും ഭൂമിയിലേക്ക് വെളിച്ചം നൽകുവാൻ സഹായിച്ചു.